വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്ക് ദേശീയ ദുരന്ത പ്രതികരണ സേന പരിശീലനം നൽകി. പഞ്ചായത്തിലെ 50ഓളം വരുന്ന ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്കും NSS വിദ്യാർത്ഥികൾക്കുമാണ് പരിശീലനം നൽകിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാസർഗോഡ് ക്യാമ്പ് ചെയ്യുന്ന തമിഴ്നാട് ആറക്കോണം ആസ്ഥാനമായുള്ള നാഷണൽ NDRF 4ാം ബറ്റാലിയനിലെ സേനാംഗങ്ങളാണ് പഞ്ചായത്ത് ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്ക് പ്രാഥമിക പരിശീലനം നൽകിയത്. കേരളം, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ചുമതല വഹിക്കുന്ന 4ാം ബറ്റാലിയൻ സാമൂഹ്യ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തിയത്. പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയ കണ്ടലോരം പദ്ധതി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളും ദുരന്ത സാധ്യതാ പ്രദേശങ്ങളും NDRF സംഘം സന്ദർശിച്ചു. കടലിനാലും കായലിനാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന വലിയപറമ്പ് പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ 10 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ്. അടിയന്തര ഘട്ടത്തിൽ ദുരന്ത നിവാരണം, രക്ഷാപ്രവർത്തനം, പ്രഥമ ശുശ്രൂഷ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി സ്വയം സന്നദ്ധരായെത്തിയ 50ഓളം ദുരന്ത നിവാരണ സേനാംഗങ്ങളാണ് പഞ്ചായത്തിനുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിഴക്ക് കൗവായി കായലും അതിലിടുന്ന ഏറ്റവും വീതി കുറഞ്ഞ ഒരു പ്രദേശം എന്നുള്ള രീതിയിലേക്ക് ദുരന്ത സാധ്യത ഏറെയുള്ള ഒരു പ്രദേശത്ത് സുനാമി ആഞ്ഞടിച്ചപ്പോൾ തൊട്ടാണ് നമ്മുടെ പോലുള്ള പല തീരദേശ ജനതയും ഇത്തരം ഒരു വലിയ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ തീരദേശ ജനതയ്ക്കാണ് നമ്മൾ കഴിഞ്ഞ 3 വർഷക്കാലമായി മികച്ച രീതിയിലുള്ള സുനാമി റെഡി പ്രോഗ്രാം മോക്ക് ഡ്രില്ല് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ സേന തന്നെ, ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രതികരണവും സർട്ടിഫിക്കറ്റുമാണ് നമ്മളെ സംബന്ധിച്ച് നൽകിയിട്ടുള്ളത്. ടീം കമാൻഡർ പ്രദീപ് ഭട്ട് പരിശീലനത്തിന് നേതൃത്വം നൽകി. ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് ആമുഖ ഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്യാമള അധ്യക്ഷയായി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മനോഹരൻ, ഭരണസമിതി അംഗം M അബ്ദുൽ സലാം, സമീറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.